നിങ്ങൾ എന്തിനാ വെറുതെ കിടന്നിങ്ങനെ ബഹളം വെക്കുന്നത്? ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ട് 50 വർഷം പിന്നെയും കഴിഞ്ഞല്ലോ. ഈ ഉണങ്ങിയ കുടംപുളി പോലെ ഇരിക്കുന്നത് നിങ്ങളെയാണോ പീഡിപ്പിക്കാൻ വരുന്നത്? അയ്യേ ശവം. പോലീസുകാർക്ക് പ്രായം തരുന്ന നോട്ടല്ലല്ലോ സാറന്മാര്. നിങ്ങളുടെ മകൻ ജോണിക്കുട്ടി ഇവിടെ ഇല്ലേ? ഇല്ല സാറേ. അവൻ എവിടെ ഉണ്ട്? അവൻ എവിടെയാന്ന് എനിക്ക് അറിയില്ല സാറ്. അവൻ എവിടെയും കണ്ട എന്നെ കൂടി ഒന്ന് അറിയിക്കണേ സാറേ, എനിക്ക് ഒന്ന് പോയി കാണാനാ. അവന്റെ ഭാര്യയും വീട്ടുകാരെയും കൊന്നത് നിങ്ങളും മോനും കൂടല്ലേ? വെറുതെ മഹാപാപം പറയല്ലേ സാറ്. എന്തേലും ദേഷ്യണ്ടേ അവൻ എന്റെ അടുത്ത് തീർക്കെങ്കിലും അത്ര പോലും നാട്ടുകാരെ അടുത്ത് ഒരു ഉറുമ്പിനെ പോലും അവൻ അറിഞ്ഞോണ്ട് കൊല്ലാൻ പറ്റില്ല എന്നെ സാറേ. സാറിനറിയോ, സാറിനോടായതുകൊണ്ട് പറയാ, അവന്റെ ഭാര്യയാക്കി അവൻ കെട്ടിക്കൊണ്ടുവന്ന ഒരു തീ വീട്ടിലുണ്ടായിരുന്നല്ലോ, ട്രീസ. പിഴയായിരുന്നു സാറേ, പിഴ. അവള് മാത്രമല്ല, അവളുടെ അനിയത്തി പെണ്ണും ലോക പിഴയായിരുന്നു. അല്ല, എന്തിനിപ്പ അവരെ പറയണത്? അവരുടെ തള്ളി ആയ കാലത്ത് മോശമൊന്നും അല്ലായിരുന്നല്ലോ. ഇതിന്റെ ഒക്കെ ഇടയെ കിടന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് ആ കിളവൻ എല്ലാത്തിനെയും കൊന്നിട്ട് ചാടി ചത്തതായിരിക്കും. അല്ലാണ്ട് ഇപ്പൊ ഞാൻ നോക്കി. അയ്യോ, നിങ്ങളുടെ ഊഹാപോഹങ്ങൾ കേൾക്കാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. മോൻ വരുമ്പോ എത്രയും പെട്ടെന്ന് SP ഓഫീസിലേക്ക് വന്നേക്കാൻ പറഞ്ഞത്. മാത്തുക്കുട്ടി, ഒരു സംശയം. നിങ്ങളുടെ മോൻ ഇവിടെ കെട്ടിക്കൊണ്ടത് പെണ്ണില്ലേ? അവള് പിഴയാണെന്ന് പറയുന്നത് നിങ്ങളത് കണ്ടിട്ടുണ്ടോ? ഒന്ന് വേഗം പറഞ്ഞു സാറേ. വേല കയ്യിലിരിക്കട്ടെ. രാവിലെ തന്നെ യൂണിഫോം വലിച്ചു കയറ്റി ലാത്തി എടുത്ത് ഉദ്യോഗം പറഞ്ഞ് രാത്രിയും പകലും ഇല്ലാതെ ഇങ്ങനെ കറങ്ങി നടക്കാതെ ഇതേ പച്ച മരുന്ന് എന്താ വയസ്സായിട്ട് സൂക്കേട് മാറിയില്ലേ? ഇനി ഇവിടെ നിന്ന് എന്റെ സ്വഭാവം മാറും. മാത്തുക്കുട്ടി, ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ രാമേന്ദ്രൻ, അയാൾ ആളെങ്ങനെയാ? ചെറിയൊരു കുട്ടിയാന. 5'2", 120, 54. താനിത് എന്തായി പറയുന്നത്? 5'2" പൊക്കം, 120 തൂക്കം, 54 വേസ്റ്റ്. അയാളുടെ ഫിസിക്കിനെ കുറിച്ചല്ല ചോദിച്ചത്, പ്രൊഫഷനെ കുറിച്ചാ. നല്ല കൈരാശിയുള്ള ഡോക്ടറാ സാറേ. വെട്ടിക്കീറാൻ ഡെഡ് ബോഡീസ് ക്യൂവാ. പക്ഷെ ഒരു കുഴപ്പം, നമ്മളെപ്പോലൊന്നും അല്ല സാറേ. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുൾ തണ്ണിയാ. ബാർ അറ്റാച്ചർ കാറുള്ള ഏക ഡോക്ടറാ. ലാവിഷ് ലൈഫല്ലേ സാറേ. അയാൾ അത്രയ്ക്ക് സമ്പന്നനാണോ? സർക്കാർ ഡോക്ടർ ആണല്ലോ സാറേ. പോലീസുകാരൊക്കെ നല്ല നടവരവാ. അയാളുടെ വീട് എവിടെയാ? ഇവിടെ അടുത്താ, ചുങ്കത്താനം. എന്താ ഇവിടെ? ഇവിടുത്തെ ആ ഡോക്ടർ മരിച്ചുപോയി. എങ്ങനെ? ഏതോ വണ്ടി ഇടിച്ചെന്നാ കേട്ടത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. മാത്തുക്കുട്ടി, സ്റ്റേഷനിൽ വിളിച്ചൊന്ന് ഇൻഫോം ചെയ്തു തരും. സാർ, അതെ സാറേ, സംശയിക്കാനൊന്നുമില്ല. ആ തള്ള പറഞ്ഞതുപോലെ ആത്മഹത്യ തന്നെ. പേരിനൊരു പെൺതരി വീട്ടിലുണ്ടെങ്കിൽ തന്തമാർക്ക് പിന്നെ ആദ്യമായിരിക്കും. അപ്പൊ പിന്നെ ഉള്ളത് പിഴയും കൂടിയാണെങ്കിലോ അയാൾ ചെയ്തു തന്നെയാണ് ശരി. ഇനിയിപ്പോ ഒന്നും അറിയണ്ടല്ലോ സാറേ. ഒരു കാര്യം, അതെ, നമ്മൾ അന്വേഷണം എന്ന് പറഞ്ഞിറങ്ങിയപ്പോ തന്നെ ആ ഡോക്ടർ ചത്തു. ആകെ ഉണ്ടായിരുന്നൊരു പിടിവള്ളിയായിരുന്നു ഡോക്ടർ. ഇനിയിപ്പോൾ അതും കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ അന്വേഷണം തുടരേണ്ട വല്ല കാര്യമുണ്ടോ? മാത്രമല്ല, സാറിന്റെ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ സാറിന് അന്വേഷിക്കാൻ പറ്റിയ അത്ര ഒരു ഡെപ്ത് ഈ കേസിനില്ല. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്താലോ സാർ? മാത്തുക്കുട്ടി സാർ, തനിക്ക് ഞാൻ പലതവണ വാണി തന്നു കഴിഞ്ഞു. തന്റെ ഈ സംസാരം ശരിയല്ലെന്ന്. തനിക്ക് ഈ കേസിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പോകാം. താൻ എന്നെ അസിസ്റ്റ് ചെയ്യാൻ വന്നതാ, ഉപദേശിക്കാനല്ല. അയ്യോ, സാറിനെ തെറ്റിദ്ധരിച്ചു. കുഞ്ഞുകുട്ടി പരാധീനങ്ങളുള്ള ഒരു സാധാ പോലീസ് ഓഫീസറാണ് സാറേ ഞാൻ. രാവിലെ ലാത്തിയും എടുത്ത് ചെക്കിങ്ങിന് എന്ന പേരിൽ നടുറോട്ടിൽ നിന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും തടയണ ചില്ലറയുടെ കാര്യം ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അന്വേഷണത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല സാർ. എടോ, തന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടോ. തന്നെ പോലെ ഒരെണ്ണം മതി ഡിപ്പാർട്ട്മെന്റിന് മൊത്തം ചീത്തപ്പേരുണ്ടാക്കാൻ. ഏതായാലും താൻ എൻ്റെ കൂടെ വേണോ വേണ്ടോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. താനിപ്പോ പോ. ആയിക്കോട്ടെ.
സർ, മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് തമിഴ്നാട് സർക്കാരിന് അനുകൂലമായ കോടതി വിധി വന്നത് സത്യത്തിൽ നമ്മുടെ ഗവൺമെന്റിന്റെ വിവരക്കേടല്ലേ? തീർച്ചയായും സംശയമില്ലാത്ത കാര്യമല്ലേ. യഥാർത്ഥ വസ്തുത എന്താണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ സർക്കാർ പരാജയപ്പെട്ടു എന്നതാണ് സത്യം. മുല്ലപ്പെരിയാർ നദീജല തർക്കം എന്നത് അന്തർ സംസ്ഥാന നദീജല പ്രശ്നമല്ല. നമ്മുടെ കേരളത്തിന്റെ മണ്ണ്, കേരളത്തിന്റെ വനം, നമ്മുടെ കേരളത്തിന്റെ ഭൂമിയിൽ ലഭിക്കുന്ന മഴ, അത് സംബന്ധിച്ച് അന്തർ സംസ്ഥാന തർക്കമില്ല. ആ നിലയ്ക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനൊരു വിധി ഉണ്ടായെങ്കിൽ അതെങ്ങനെ വന്നുവെന്ന് അത്ഭുതത്തോടെ നോക്കി കാണാൻ കഴിയും. ഒരു ഉത്തരവാദിത്വപ്പെട്ട പ്രതിപക്ഷം എന്ന നിലയിൽ യാതൊരു സംശയം വേണ്ട, ഈ കാര്യം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലും അതുപോലെ തന്നെ ഉത്തരവാദിത്വപ്പെട്ട പ്രതിപക്ഷത്തിന്റെ എല്ലാ കടമകളും നിർവഹിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു സംശയം വേണ്ട. സർ, ആനമുടി കൊലക്കേസുമായി ബന്ധപ്പെട്ട ഡോക്ടർ രാമചന്ദ്രന്റെ ആക്സിഡന്റ് മരണത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ കേസിന്റെ മുന്നോട്ടുള്ള പുരോഗതിയെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ ശുഭപ്രതീക്ഷയോടെയാണ് ആ കേസിനെ ഞാൻ നോക്കിക്കാണുന്നത്. ആ കേസ് ഒരു ആത്മഹത്യയാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ഗവൺമെന്റും പോലീസ് അധികാരികളും ആ ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ ജനകീയ പ്രക്ഷോഭമുണ്ടായി, പ്രതിപക്ഷ കക്ഷികൾ അതിന് കടമ നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ നിവൃത്തിയില്ലാതെ ഒരു IPS ഉദ്യോഗസ്ഥനെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അയാളുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം സത്യം പുറത്തു കൊണ്ടുവരും, യഥാർത്ഥ പ്രതികളെ കസ്റ്റഡി എടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഭരണപക്ഷത്തു നിന്നും പുറത്തു ചാടി പുതിയ പാർട്ടിയും തട്ടിക്കൂട്ടി വന്ന രാഷ്ട്രീയ ആചാര്യനെ താങ്കളുടെ പാർട്ടിയിലെ ഒരു പ്രമുഖ നേതാവ് ആദ്യം സ്വാഗതം ചെയ്തുവെങ്കിലും പിന്നീട് നിരസിക്കാനിടയാക്കിയത് താങ്കൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നത് കൊണ്ടാണെന്ന് പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട് സർ? യാതൊരു കഴമ്പുമില്ലാത്ത ഒരു ആരോപണം. ഭരണകക്ഷികൾ പടച്ചുണ്ടാക്കുന്ന വെറും പ്രചരണം മാത്രമാണത്. ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ ഈ പ്രശ്നത്തിന്റെ പേരിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ല. ഒരേ മനസ്സും ഒറ്റക്കെട്ടുമായിട്ടാണ് പോകുന്നത്. ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങൾ ഈ ആരോപണങ്ങൾ വിശ്വാസം അർപ്പിക്കില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. സർ, അടുത്ത ഭരണം അങ്ങയുടെ പാർട്ടിക്ക് തന്നെയാണെന്ന് ഏകദേശം ഉറപ്പായി. എന്നാൽ മുഖ്യമന്ത്രി കസേരയിൽ ആരായിരിക്കുമെന്ന കാര്യത്തിൽ ആ ഉറപ്പില്ല. എന്താണ് താങ്കളുടെ അഭിപ്രായം? നിങ്ങൾക്ക് എന്താ സംശയം വല്ലതുണ്ടോ? അത് അർഹതപ്പെട്ടവർ, ജനം ആഗ്രഹിക്കുന്നവർ ആ കസേരയിൽ കടന്നു വരും. അക്കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട. നമുക്ക് കാത്തിരുന്ന് കാണാം. രാമു, ആരാന്ന് നോക്കി. സാറേ, ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. അകത്തേക്ക് വരാലോ? ഷുവർ. പ്രമാദമായ ആനമുടിക്കൊലക്കേസ് അന്വേഷിക്കാൻ പുലിക്കുട്ടിയായ ഒരു പോലീസ് ഓഫീസർ വന്നെന്ന് അറിഞ്ഞിട്ട് ഈ മുകുന്ദമേനൻ വന്ന് കണ്ടില്ലെങ്കിൽ അതൊരു കുറച്ചിലല്ലേ? ആ, എന്നെ സാർ കേട്ടിരിക്കും. ഗായത്രി ഫൈനാൻസിന്റെ ഉടമ മുകുന്ദൻ മേനോൻ. ഗായത്രി മേനോൻ എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. ആ, ഇരിക്കടാ, സാറൊരു കുഴപ്പമില്ല. ഇവൻ ജോണിക്കുട്ടി എന്റെ ഫൈനാൻസ് കമ്പനിയിലെ സ്റ്റാഫാ. ആ, സാറിന് മനസ്സിലായില്ല അല്ലേ? നമ്മുടെ മരിച്ച ചാക്കോ മേസ്ത്രിയുടെ മൂത്ത മാളെ കെട്ടിരിക്കുന്ന ഇവനാ. അല്ല, സാറിന്റെ വീട്ടിൽ ചെന്ന് ഇവനാ ചാക്കോ ചായനും കുടുംബത്തെയും കൊന്നെന്ന് പറഞ്ഞ് ഇവന്റെ തള്ളയെ വരട്ടിന്ന് കേട്ടു. ഇവനതറിഞ്ഞ് പേടിച്ചെന്റെ അടുത്ത് ഓടി വന്നിരിക്കുക. ആ, ഇവനാണ് പാവ സാറേ, ചോര കണ്ട പേടിക്കുന്ന നിർഗുണൻ. ആ, ഇവനോട് നിങ്ങൾ സാറിന് ചോദിച്ചറിയാനുണ്ടെങ്കിൽ ചോദിക്കാം. അതിനു വേണ്ടിയാ ഞാൻ നേരിട്ട് കൊണ്ട് ഹാജരാക്കിയത്. പോലീസിനോട് ഇത്രയും സഹകരണമുള്ള ഒരു നാട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഏതായാലും ഇവനിൽ നിന്ന് അറിയാനുള്ള കാര്യം ഇവനിൽ തന്നെ അറിഞ്ഞോളാം. അതിന് മൂന്നാമതൊരാളുടെ ആവശ്യമില്ല. മിസ്റ്റർ മേനോന് പോകാം. അത് തന്നിൽ നിന്ന് അറിയാനുള്ള കാര്യങ്ങൾ പിന്നീട് ചോദിച്ചറിഞ്ഞോളാം. സാർ, ഞാൻ തൽക്കാലം പോകാം. നീ പേടിക്കണ്ട.